ഹായ് ഹലോ, ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു 4 kg വെയിറ്റ് വരുന്ന വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ച് മോൾഡിലും 8 ഇഞ്ച് മോൾഡിലാണ് കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് കേക്ക് കൊണ്ടുപോകുന്ന ടൈമിലുള്ളൂ ഫൈനൽ കോട്ട് ചെയ്യാന്നുള്ളത്. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ കേക്ക് സെറ്റ് ആവുമോ ഇല്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രിഡ്ജ് ചെറുതാവുകൊണ്ട് കേക്ക് കൊള്ളിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ആദ്യം തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നോസിൽ വെച്ചിട്ട് ഒരു ഫ്ലവറും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 ടയർ കേക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് 4 kg. പിന്നെ അവർ തന്നെ സ്ക്വയറിൽ മതി, അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി 1 kg വാനിലേക്ക് വാങ്ങുന്നത് 500 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 400-നായിട്ട് സെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന ഈ കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഓർഡറാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഡിമാൻഡ് പിടിക്കും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നോർമലി കേക്ക് ബേസും ബോക്സിനൊന്നും ഞാൻ ക്യാഷ് എക്സ്ട്രാ വാങ്ങിക്കാറില്ല. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് റേറ്റ് വരുന്നതല്ലേ, 50 രൂപ ബേസിനും ബോക്സിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോർമലി 100 രൂപ ഈ കേക്ക് ബേസിനും ബോക്സിനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പൈസയും കൂടെ ഞാൻ ഈ റേറ്റിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബേബി ഗേളിനുള്ള കേക്കായിരുന്നു, അതുകൊണ്ട് 3-4 ബട്ടർഫ്ലൈയും കൂടെ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ കേക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.